ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാസിസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ വരുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഫാസിസം കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റ് പല എക്സാമുകളിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ് വെച്ചിട്ടുള്ളത്. എന്താണ് ഫാസിസം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ ഫാസിസം? നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഏത് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത്. ഒരു റിയാക്ഷണറി എവല്യൂഷണറി ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. Fascism is defined as the most anti-democratic, oppressive, reactionary and counter-revolutionary form of dictatorship. ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഒപ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹീറോ വർഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അഗ്രസീവ് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം ഐഡിയോളജിയാണ് ഫാസിസം എന്ന് പറയുന്നത്. അഗ്രസീവ് നാഷണലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം അത് നാഷണലിസമാണ്. പക്ഷേ അത് അമിതമായി മറ്റുള്ള രാഷ്ട്രങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ നമുക്കെതിരായി പ്രവർത്തിച്ചാൽ അതിനെതിരെ ഒരു വയലൻസ് നയിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പല എലമെൻസും എവിടെയുണ്ട്, ഈ ഫാസിസത്തിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കാം. വൈ, എന്തുകൊണ്ടാണ് ഒരു ഫാസിസം എന്നുള്ള ഒരു ഐഡിയോളജി ഇറ്റലിയിൽ ഉയർന്നു വന്നത്? അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഇറ്റലി എന്ന് പറയുന്നത് ജയിച്ച രാജ്യങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ പോലും ഇറ്റലിക്ക് ഒന്നും ലഭിച്ചില്ല. കാര്യമായിട്ട് ഇറ്റലിക്ക് ഒരു ടെറിട്ടോറിയൽ ഗെയിൻസും ഇറ്റലിക്ക് കിട്ടിയില്ല. അതിൻ്റെ കൂടെ തന്നെ വാറിൻ്റെ പരമായിട്ടുണ്ടായ ഒരുപാട് സോഷ്യൽ എക്കണോമിക് ഹാർഡ്ഷിപ്സും ആർക്കുണ്ടായി, ഇറ്റലി എന്ന രാജ്യത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഗവൺമെൻറ് എന്തായിരുന്നില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റും ആയിരുന്നില്ല. അപ്പോൾ ഇൻഫ്ലേഷൻസ് ഉണ്ടായി, സ്ട്രൈക്സ് ഉണ്ടായി. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു ഒരു എക്കോണമി ആയിട്ട് അല്ലെങ്കിൽ ലീഡർലെസ് ആയിട്ടുള്ള രീതിയിലേക്ക് കൺട്രി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനോ അതിൽ തീരുമാനം കൽപ്പിക്കാനോ പറ്റുന്ന ഒരു ഗവൺമെൻറ്റും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഉയർന്നു വന്നത്, ബെനിറ്റോ മുസോളിനി എന്നുള്ള ഫാസിസ്റ്റ് ലീഡർ ഉയർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പണ്ടത്തെ റോമ സാമ്രാജ്യം തിരിച്ചു കൊണ്ടുവരും, അതിൻ്റെ ആ ഗ്ലോറി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്ത് അവർക്ക് വേണ്ടി പലരും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റി ആ രാജ്യത്തെ പിടിച്ചടക്കിയ ഒരാളായിരുന്നു ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത്. ഒരു ഇലക്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു വലിയ മാർച്ച് തന്നെ 30,000-ഓളം സോൾജേഴ്സ് വരുന്നൊരു വലിയ മാർച്ച് ഇറ്റലിയിൽ നടത്തുകയും ഈ മാർച്ച് നയിച്ചിരുന്നത് നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയായിരുന്നു. ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? ബെനിറ്റോ മുസോളിനിയുടെ ലീഡർഷിപ്പിലായിരുന്നു. അങ്ങനെ ഇറ്റലി ഫാസിസ്റ്റുകളുടെ കീഴിലാവുകയാണ് ചെയ്യുന്നത്. മുസോളിനിയുടെ ആശയങ്ങളെല്ലാതും വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആശയങ്ങളായിരുന്നു. ഗ്ലോറിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്, ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ, അങ്ങനെയുള്ള പല വയലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫാസിസം എന്ന് പറയുന്നത്? ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫാസിസം. ഇതാണ് ചോദിക്കാറുള്ളത്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് നാഷൻ, എപ്പോഴും രാഷ്ട്രത്തെ കുറിച്ച് വളരെയധികം പുകഴ്ത്തി പറഞ്ഞിരുന്ന ഒരാളാണ് ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത്. എല്ലാം രാജ്യത്തിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ രാജ്യമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്, രാജ്യത്തിന് ഉപരിയായിട്ട് വേറൊന്നുമില്ല, അങ്ങനെ പല ചിന്താഗതികളും കൊണ്ടു നടന്നിരുന്ന ആളാണ് ബെനിറ്റോ മുസോളിനി അല്ലെങ്കിൽ ഫാസിസം എന്നുള്ള ചിന്താഗതി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നാഷനായിരുന്നു. നാഷനെതിരെ ആരെന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറൊരു ലൈഫ് ഉണ്ടാവില്ല. ആ രീതിയിലായിരുന്നു അവരുടെ നാഷനത്തെ ഗ്ലോറിഫൈ ചെയ്തിരുന്നത്. സിനിമകളിലൂടെയും അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന എല്ലാ രീതിയിലൂടെയും അവർ ഏത് ആശയത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നു? ഫാസിസം എന്നുള്ള ആശയത്തെ പ്രൊമോട്ട്. പിന്നെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വാർ എന്നതിൽ ബെനിറ്റോ മുസോളിനി പറയുന്നത് എന്താണ് ഒരു വിമണ് മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നത്, അത് തന്നെയാണ് പുരുഷന്മാർക്ക് യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, സോ യുദ്ധത്തെ അത്രമാത്രം എന്ത് ചെയ്തിരുന്നു, വാഴ്ത്തിയിരുന്നു, അല്ലെങ്കിൽ അത്രമാത്രം ഗ്ലോറിഫൈ ചെയ്തിരുന്ന ഒരാളായിരുന്നു ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്നത്. ആളുകൾക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. രാജ്യത്തിനോട് കടപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു കൊടുത്തിരുന്നത്, ബെനിറ്റോ മുസോളിനി കൊടുത്തിരുന്നത്. ഇൻ ബിലീഫ് ഇൻ റേഷ്യൽ സുപ്പീരിയറിറ്റി, അവർ പറഞ്ഞിരുന്നത് ഈ റേഷ്യൽ സുപ്പീരിയറിറ്റി, അവർ ആര്യന്മാരാണ്, സോ ആര്യന്മാരെ ബാക്കിയുള്ളവർ അനുസരിക്കും, ആര്യൻ റേസ് സുപ്പീരിയർ ആണ്, സോ അവർക്കാണ് എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള അധികാരം. അപ്പോൾ അങ്ങനെ ഒരു റേഷ്യൽ സുപ്പീരിയറിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു മുസോളിനി അല്ലെങ്കിൽ ഫാസിസം ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ്.
പിന്നെ അതുപോലെ തന്നെ ഡെമോക്രസിക്കെതിരായിരുന്നു, കമ്മ്യൂണിസത്തിനെതിരായിരുന്നു, സോഷ്യലിസത്തിനെതിരായിരുന്നു. അങ്ങനെ അവിടെ നിന്നിരുന്ന മറ്റു പല ആശയങ്ങൾക്കും എതിരായിരുന്നു ആര്, ഈ ഫാസിസം എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പീരിയലിസം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നതായിരുന്നു. വാർ എന്ന് പറയുന്നത് എന്താണ്, വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വിമൻ. അപ്പോൾ വാറിലൂടെ അവർക്ക് പല എംപയേഴ്സും അടക്കാനും മറ്റുള്ളവരെ മറ്റു രാജ്യത്തെ ആക്രമിക്കാനൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർ നല്ല പ്ലാനിങ്ങൾ നടത്തിയിരുന്നു. ഈ ആശയം എന്ന് പറയുന്നത് ഒരിക്കലും ദേ വർ നോട്ട് ഫോക്കസ്ഡ് ഓൺ തിയറി, ദേ വർ കംപ്ലീറ്റ്ലി ബിലീവ്ഡ് ഇൻ ആക്ഷൻ. എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ ആക്ഷനിലൂടെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി മൈ പ്രോഗ്രാം ഈസ് ആക്ഷൻ നോട്ട് ടോക്ക് എന്ന് മുസോളിനി പറഞ്ഞിട്ടുണ്ട്. കാരണം സംസാരത്തിലല്ല, അവർ ആക്ഷനിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിരുന്നത്. ഒരു ആക്ഷൻ ഓറിയൻറ്റഡായ ഡോക്ട്രിനായിരുന്നു. അവരെ ആക്റ്റീവായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കാരണം അത് തന്നെയായിരുന്നു. കാരണം അവർ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. റിയാലിറ്റിയിൽ ബിലീവ് ചെയ്തിരുന്ന ആളുകളാണ്. ദേ ഡോണ്ട് ബിലീവ് ഇൻ ഡിസ്കഷൻസ് ഓർ ഇൻ എനി തിയറീസിൽ അവരെന്ത് ചെയ്തിട്ടില്ല, ബിലീവ് ചെയ്തിട്ടില്ല. അവരുടെ രാജ്യത്തിന് വേണ്ടി അവരെന്തും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായിരുന്നു. അവർ കൂടുതലായിട്ടും ഡ്യൂട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് ഡ്യൂട്ടിയാണ് ഏറ്റവും മുഖ്യം. അവർക്ക് റൈറ്റ്സ് ഒന്നുമില്ല, ഇന്ത്യൻസിന് പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഡ്യൂട്ടീസാണ്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്, നാഷന് വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലും അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് ഒന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ഡെമോക്രസി. അവരെന്തിനും കൂടി എതിരായിരുന്നു, മാർക്സിസം അതുപോലെ സോഷ്യലിസം എന്നുള്ളതിനെ വളരെയധികം വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ എതിരായി നിന്നിരുന്ന ഐഡിയോളജിയാണ് ഫാസിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റാണ് എല്ലാറ്റിൻ്റെയും തുടക്കവും ഒടുക്കവും എല്ലാം സ്റ്റേറ്റാണെന്ന് വിശ്വസിച്ചിരുന്ന രാജ്യമാണ് അവർ എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു ആര്, ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. ഫാസിസം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയോളജി ഒന്നുമല്ല. അത് ഡെമോക്രസിക്കെതിരായിരുന്നു, ഇക്വാലിറ്റിക്കെതിരായിരുന്നു, ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആണ്, ആളുകളുടെ റൈറ്റ്സ് ആൻഡ് ലിബർട്ടിക്കെതിരെയാണ്, പിന്നെ വാർ എൻകറേജ് ചെയ്യുന്നതാണ്, എഗെയിൻസ്റ്റ് സോഷ്യലിസം ആണ്. പിന്നെ ഒരു ഇൻഡിവിജ്വൽസിന് ഒരു സിഗ്നിഫിക്കൻസും അങ്ങനെ ഒരു എക്കോണമിയിൽ അവർ കൊടുത്തിരുന്നില്ല. ഒരു വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഡോക്ട്രിനാണ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ്സ് ആർക്കുണ്ട്, ഈ ഫാസിസ്റ്റ് ഐഡിയോളജിക്ക് ഉണ്ട്. അതിൽ ഒരു ഹീറോ വർഷിപ്പ്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഡ്യൂട്ടീസാണ് മുഖ്യം, ജനങ്ങളെ ഒരു യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഫാസിസം എന്നുള്ള ഒരു ഐഡിയോളജി നടന്നിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്യാണ്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്, നമ്മൾ സംസ്ഥാനത്തിനെതിരായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഓൾ വിത്തിൻ ദ സ്റ്റേറ്റ്, നത്തിങ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ളതിലൊക്കെ വിശ്വസിച്ചിരുന്നവരായിരുന്നു ആര്, ഈ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത്. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വിമൻ, ഇങ്ങനെയുള്ള കോട്സുകളൊക്കെ നിങ്ങൾ ആൻസറിൽ എഴുതുക. സോ അതിന് കുറേയും കൂടി ഒരു വാല്യൂ കിട്ടും ആൻസേഴ്സിന്. ആൻഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇറ്റലിക്ക് എന്ത് കിട്ടിയില്ല, കൃത്യമായുള്ള ഗെയിൻസ് ഒന്നും കിട്ടിയില്ല. അതൊക്കെ ആയിരുന്നു അവർ ഇതിലേക്ക് വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഐഡിയോളജീസ് ഏതൊക്കെയായിരുന്നു, ജസ്റ്റിഫൈങ് ദ വാർ, ഗ്ലോറിഫൈങ് ദ നേഷൻ, ഗ്ലോറിഫൈങ് ദ വാർ, എഗെയിൻസ്റ്റ് ഡെമോക്രസി, എഗെയിൻസ്റ്റ് സോഷ്യലിസം, എഗെയിൻസ്റ്റ് കമ്മ്യൂണിസം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു അവർ ആശയം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്നും കൂടിയൊക്കെ കേട്ട് നോക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കഥ പോലെ പഠിച്ചു വയ്ക്കുക, അല്ലാതെ കാണാപ്പാടം ഒരിക്കലും പഠിച്ചു വയ്ക്കരുത് ഈ ഭാഗങ്ങളൊന്നും. സോ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് എന്നും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയോളജി മനസ്സിലുണ്ടാകും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.